പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞു. 11-ാം വാക്യത്തിൽ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കനരികെ വെച്ച് മെതിക്കുകയായിരുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവയുടെ ദൂതൻ ഗിദെയോന് പ്രത്യക്ഷനായി ഉത്തേജകരമായ വാക്കുകൾ പറയുന്നു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോന്റെ മറുപടികൾ മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിയാൽ വളരെ നിരാശകരമായ മറുപടിയായിരുന്നു. 6-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയും 14-ാം വാക്യം വരെയും ഗിദെയോൻ നിരാശാജനകമായ വാക്കുകളാണ് പറയുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സംഭവിക്കുന്നതൊക്കെ എന്താണ് എന്നാണ് ഗിദെയോന്റെ ചോദ്യമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവിക സാന്നിധ്യം തോൽവിയല്ല, വിജയം നൽകും എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. അത് അനുഭവിച്ചറിയുവാൻ ഗിദെയോന് സാധിക്കും. അവനൊരു ഭീരുവിനെ പോലെ ഗോതമ്പ് മെതിക്കുന്നവനായി നിൽക്കുമ്പോൾ അവനെ വിളിക്കുന്ന പേര് പരാക്രമശാലിയെ എന്ന വിളിയാണ്. ദൈവിക സാന്നിധ്യത്താൽ ഗിദെയോനെ പൊതിഞ്ഞ ദൈവം ആ നിലയിലേക്ക് അവനെ മാറ്റുവാനിടയായിത്തീർന്നു. നിന്റെ ഈ ബലത്തോടെ പോക എന്നുള്ള വാക്കാണ് അവരുടെ കേൾക്കുവാനിടയായിത്തീർന്നത്. എങ്കിൽ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, നമ്മൾ ഭയപ്പെടുന്ന മേഖലകളിൽ ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരും. ഈ ഗിദെയോൻ പ്രാപിച്ച ബലം വേറെ ബലമൊന്നുമല്ല, ദൈവത്തിന്റെ നോട്ടത്താൽ അവനിൽ വ്യാപരിച്ച ബലമാണ്. അതുകൊണ്ട് പറയുന്നു, നിന്റെ ഈ ബലത്തോടെ പോക എന്ന്. എങ്കിൽ ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മൾ ബലം പ്രാപിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ബലം നൽകുന്നത്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ കർത്താവ് എന്നെ ബലപ്പെടുത്തും. ആ ദൈവത്തിന്റെ നോട്ടം എൻ്റെ ജീവിതത്തിൽ ബലമാണ്. യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ നമുക്കിടയായി തീരട്ടെ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം. എങ്കിൽ ദൈവത്തിൽ സന്തോഷിച്ച്, ക്രിസ്തുവിൽ സന്തോഷിച്ച്, കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ബലമാണ്. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ ബലം നൽകി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. എല്ലാ നിരാശകളുടെ വാക്കുകളും ദൂരേക്ക് നമുക്ക് അകറ്റാം. ഈ 2026 ദിനങ്ങൾ മുഴുവനും പ്രത്യാശയോടുകൂടെ, ബലത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. ആ ദൈവിക സാന്നിധ്യം ഈ പ്രഭാതത്തിൽ താങ്കൾക്ക് അനുഭവിക്കുവാൻ, താങ്കൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, താങ്കൾ ആയിരിക്കുന്ന പോകുന്ന മേഖലകളിൽ എല്ലാം അത് അനുഭവിക്കുവാൻ താങ്കൾക്കിടയായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.